ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമ്മളിന്ന് ആസ്പത്രിക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ആസ്പത്രിക്ക് പോയി വന്നിട്ട് എല്ലാവരും കൂടിങ്ങാണ്ട് ഒരു നെയ്ച്ചോറും കോഴിക്കറിയാണ് വെക്കുകയാണ്. അപ്പോൾ മൂത്തോളം മോനും വന്നിക്കണ്, ഞങ്ങളും ആസ്പത്രിയിൽ പോയി നിൽക്കണു, ഓളും വന്നിക്കണ്. അപ്പോൾ എല്ലാവരും കൂടിങ്ങാണ്ട് ഒരു നെയ്ച്ചോറും കറിയാണ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറിനുള്ളത് വാട്ടുകയാണ്. അതിക്കുള്ള കറാമ്പട്ടിയും ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ടുങ്ങാണ്ടേ അതൊന്ന് വാട്ടട്ടെ. ഉള്ളി അപ്പോൾ ഇവിടെ ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളി അവിടെ വേറെ അരിയുന്നുണ്ട്. നെയ്ച്ചോറ്റിക്കുള്ള ഉപ്പ് കണ്ടിട്ടിക്കണം കേട്ടോ. ഇനി അരി അയക്കാൻ ഇട്ടുങ്ങാണ്ടേ ആ എണ്ണയിലൊന്നിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് അതിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്താലേ ചോറിപ്പോൾ അവിടെ റെഡിയാവും. ചോറൊന്നും ദമ്മ് കിടന്നെങ്കിലുള്ളൂ കറി ആകുമ്പോൾ എന്നാൽ ചോറ് ടേസ്റ്റ് ഇട്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ചോറാണ് ദമ്മിച്ചാൽ 3 വിസിലടിച്ചാണ്ട് ഓഫാക്കി ഇട്ടാൽ മതി. അപ്പോൾ കറി ആകുമ്പോൾ ചോറ് നല്ല സോഫ്റ്റ് ആയിക്കാരം. അതാണ് മൂടി ഇറക്കട്ടെ. അതൊരു 3 വിസിൽ വരുമ്പോൾ ഓഫാക്കും ചെയ്യാതാ. ചിക്കൻ കറിക്കുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ജീരകവും ആണ് ചതച്ചെടുക്കട്ടെ. ഒരാളൊറ്റക്കൊന്നല്ല കേട്ടോ, എല്ലാവരും കൂടി ഓരോരുത്തരും ഓരോരോ കൈയെടുത്തേക്കാണ്. ചിക്കൻ കറിയൊക്കെ ഉള്ള ഉള്ളിയാണ് ഈ വാട്ടുന്നത്. ചോറപ്പങ്ങനെ ദമ്മിട്ട് വെന്തു അതൊന്നിട്ട് ചട്ടിക്കണ് മാറ്റുക. ഇതാ നല്ല സോഫ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഒന്നും ചതക്കണുള്ളൂ കേട്ടോ, നല്ലോണം ഇതാക്കണമൊന്നുമില്ല. ഒന്നും ചതച്ചെടുത്തുങ്ങാണ്ട് ഉള്ളി വാടട്ടെ. ഫ്രിഡ്ജിൽ നിന്ന് കരിവേപ്പിൻ്റെ ഇല എടുക്കാൻ വന്നതാണേ. തക്കാളി അണിട്ടു കേട്ടോ. അപ്പോൾ ഇനി അതിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി കണ്ടെടുത്തേ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഗരം മസാലൻ്റെ പൊടി കേട്ടോ. ഇതാ ഇത് മഞ്ഞൾപ്പൊടി ഇട്ടിക്കണ്. ഇനി 2 സ്പൂൺ കൊത്തമല്ലിപ്പൊടി ഇടണം. മൂന്ന് സ്പൂൺ കൊത്തമല്ലിപ്പൊടി ഇട്ടിക്കണ്. ഇനി അതിക്ക് കുറച്ച് മുളകും പൊടി ഇടണം. പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഇടണം. ഇതൊന്നിട്ട് ഇളക്കി വഴട്ടുന്നിട്ട് കുറച്ച് ചിക്കൻ മസാലൻ്റെ പൊടിയാണ് ഇട്ടാലേ ഇതാ മുളകും പൊടി ഇട്ടു. ആസ്പത്രിയിൽ പോയി വന്നപ്പോൾ ഇങ്ങനെ പറ്റണക്ക് വഴങ്ങിക്കണേ. ഉച്ചക്കത്തെ ചോറൊക്കെ പുറത്തുനിന്ന് തന്നെ തിന്നത്. കാരണം അവിടുത്തെ റിസൾട്ടൊക്കെ കിട്ടി വന്നപ്പോൾ ഇങ്ങനെ കുറേ നേരമായി. കുറച്ച് ചിക്കൻ മസാലൻ്റെ പൊടിയാണ് എടുത്തിട്ടോ. ഞാൻ നല്ലോണം മസാല ഒന്നും വഴട്ടെ. അപ്പോൾ എന്തായാലും ഡോക്ടർ 15 ദിവസം കൂടുമ്പോൾ ചെക്ക് ചെയ്യണം, മരുന്ന് കുടിക്കണം. മരുന്ന് ഒരു ദിവസം പേക്കാൻ പാടില്ല. 3 മാസം മരുന്ന് പറഞ്ഞത് അത് നിങ്ങൾ പേക്കാതെ കുടിച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ കുടിച്ചാൻ പാടുള്ളൂ. അതാണ് മെഡിക്കലിൽ നിന്ന് അങ്ങനെ തരൂല. ചോദിച്ചാൽ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ട് ഞാൻ എഴുതിയെങ്കിൽ മാത്രമേ അവർ തരുള്ളൂ. കാരണം അങ്ങനെ കുടിച്ചാൻ പറ്റുന്ന ഗുളികല്ല, ഡോസ് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. പിന്നെ എന്താ കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ പോയ വിവരങ്ങൾ പറ്റ ക്ഷീണിച്ചിക്കണ്. പിന്നെ എളുപ്പത്തിനൊരു ചിക്കൻ കറിയും നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ചാണ്ട് ഇതാ ചിക്കൻ കറി ഇപ്പോൾ ഇവിടെ ആകും. മസാല ഒരുവിധം വാടി വന്നിക്കണ്.
കഴിഞ്ഞ് ഇതാവട്ടെ, ഒന്നും കൂടി അവിടെ വാവട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചായച്ചത് ഇടാൻ മറന്നു കേട്ടോ, അർജൻറ്റ് കൂടെ. ഇനിയിപ്പോൾ ഇട്ട് വാട്ടിയാലും മതി. എണ്ണയിലിട്ട് വാട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ്, പക്ഷേ ഇനിയിപ്പോൾ അതിങ്ങനെ വാട്ടിങ്ങാണ്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അത് മറന്നു, അതേപ്പം ഉണ്ടായി. അത് നല്ലോണം ഇവിടെ വെന്ത് തുടങ്ങിയാണ്. ഞാൻ ചിക്കൻ അയക്കാൻ ഇട്ട് കൊടുത്താണ്ട് നല്ലോണം കൊണ്ട് ഇളക്കി മൂടി വേവിച്ച കറിയും റെഡിയായി. അതിൻ്റെ ഇടയിൽ കാപ്പി വെച്ചിക്കണേ, ഒക്കത്തിനും കാപ്പിയാണെന്നിട്ട് കാപ്പിയാണ് ഇത് കേട്ടോ. ഓരോന്നും ഓരോ വൈക്ക് ആക്കണുണ്ട് ഓരോരുത്തരും. കാരണം മൂത്തോള് ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നത്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നത്, മോന് ക്ലാസ് കഴിഞ്ഞ് വന്നത്, എല്ലാവരും ക്ഷീണിതരാണ്. അപ്പോൾ ചിക്കൻ വയ്ക്കാണ്ടിട്ടു. ഞാൻ അത് നല്ലോണം ഒന്നിട്ട് ഇളക്കിയിട്ടേ അതൊന്ന് മൂടി വെച്ച് കണ്ടേ അവിടെ വേട്ടെ. അപ്പോൾ ഇതാ മക്കളെ, നമ്മളെ വീഡിയോക്ക് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊക്കെ ക്ഷമിച്ച് തെറ്റെന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി തരിക. വീഡിയോ കണ്ടു പോകുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചാൽ ആരും മറക്കരുത്. നിങ്ങളൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നും സ്റ്റാറ്റസും വെക്കലുണ്ട്. എത്രയോ ആൾക്കാർ ലൈക്കും കൂടി അടിച്ചാതെ പോകലുണ്ട്. ആ ലൈക്കൊന്ന് അടിച്ചിങ്ങാണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വീഡിയോക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം അവിടെ എഴുതിക്കോളി നിങ്ങൾ. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഞാനത് ക്ഷമിച്ചോളും. എന്തായാലും ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും. അത് നിങ്ങളവിടെ എഴുതിക്കോളി. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ മക്കളെ പഴിച്ചിട്ട് വെച്ചാട്ടോ. കാരണം ഹോട്ടലിൽ നിന്നൊന്നും നമുക്ക് ചോറ് കഴിച്ചാൽ തീർപ്പതിയാവില്ല. നമുക്ക് ചോറ് കഴിച്ചണമെങ്കിൽ നമ്മളെ പെരീത്തെ രണ്ടൊരു ചോറ് തന്നെ കിട്ടണം. അത് ഇനിയിപ്പോൾ ഒരു കഞ്ഞി ആയാലും മതി മക്കളെ, ഒരു കഞ്ഞി സമ്മന്തി ആയാലും മതി. അപ്പോൾ നമുക്ക് പഴിച്ചിട്ട് നിൽക്കാൻ വെച്ചാൽ കാപ്പിയും കടിയൊക്കെ തിന്നു, അതുകൊണ്ടൊന്നും ഒന്നും ആയിട്ടില്ല. ചോറ് തന്നെ കിട്ടണം. പക്ഷേ നമുക്ക് നെയ്ച്ചോറൊന്നും അത്ര വലിയ പ്രിയമുള്ള കാര്യമല്ല. പിന്നെ ഇപ്പോൾ എളുപ്പമുള്ള കാര്യമാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. നമ്മളെ ഇനിയൊരാളെ വിചാരിച്ചിട്ട് പറ്റൂലല്ലോ. അപ്പം ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അസ്സലാമു അലൈക്കും.